ഏകദേശം ഒരു 100 ബൂത്തിലെങ്കിലും സ്ഥാനാർത്ഥിയും ഒത്ത് അലമീൻ പോയതാണല്ലോ. അവിടെയൊക്കെ നിശ്ചിത സമയം രാഹുൽ നിൽക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം? അതുതന്നെയാണ് സുജയ നമുക്ക് പറയേണ്ടത്. കാരണം ബൂത്തിനകത്ത് സാധാരണ സ്ഥാനാർത്ഥി പോകുമ്പോൾ നമ്മൾ കണ്ടത് കൈകൂപ്പി കാണിച്ച് എല്ലാവരോടും കൈകൂപ്പി കാണിച്ച് പോകുന്നതാണ് എല്ലായിടത്തും നമ്മൾ കണ്ടത്. അതിനപ്പുറത്തേക്ക് വോട്ട് ചോദിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിലും പെട്ടിരുന്നില്ല. വരിയിൽ നിൽക്കുന്ന ആളുകളോട് കൈകൂപ്പി കാണിച്ച് സ്ഥാനാർത്ഥി അകത്തേക്ക് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന ആളുകളോട് മറ്റ് വിശേഷങ്ങൾ ചോദിച്ച് പുറത്തേക്ക് പോകുന്നു. അവിടുത്തെ ബൂത്തിലെ പ്രശ്നമായി 2 സ്ഥലങ്ങളിൽ ഏറ്റവും ഒടുവിൽ രാഹുൽ ചൂണ്ടിക്കാണിച്ചത് നീണ്ട ക്യൂ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. ആ ക്യൂ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥർ ഇടപെടണം എന്നുള്ള ആവശ്യം രാഹുൽ ഉന്നയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിൽ വോട്ട് ചോദിക്കുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ ബൂത്തിലേക്ക് വന്നപ്പോഴാണ് വലിയ രീതിയിലേക്ക് ഒരു സംഘർഷാന്തരീക്ഷമൊക്കെ രൂപപ്പെടുന്നുണ്ട്. കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്നുണ്ട്. പോലീസ് ബലം പ്രയോഗിച്ച ആളുകളെ നീക്കം ചെയ്യുകയാണ്. രാഹുലിന് പിന്നാലെ പ്രവർത്തകർ പറ്റം കൂടി വരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് മറ്റ് പാർട്ടി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ പറ്റം കൂടി വരികയാണ്. പോലീസും കോൺഗ്രസ് UDF പ്രവർത്തകരും ചേർന്ന് രാഹുലിന് സംരക്ഷണ കവചമൊരുക്കി പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെ പുറത്തുനിന്നുള്ള പ്രവർത്തകർ 3 പാർട്ടികളുടെയും പ്രവർത്തകർ പ്രതികൾ പുറത്തുള്ളവരുണ്ട്. നമുക്കറിയാം പോളിംഗ് ബൂത്തിൻ്റെ പുറത്ത് നിശ്ചിത ദൂരപരിധിയിൽ ഈ പോളിംഗ് ഏജന്റുമാർ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രാഹുലിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം തന്നെയാണ് പ്രധാനമായും നടക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട് അവൻ അവിടെ നിൽക്കാൻ പാടില്ല, പുറത്തേക്ക് പോകണം എന്നൊരാവശ്യം ചില ആളുകൾ പറയുന്നുണ്ട്. അത് ഏത് പാർട്ടിക്കാരാണെന്നറിയില്ല. പക്ഷേ 2 പാർട്ടിക്കാരുമുണ്ട്, 3 മുന്നണി പ്രവർത്തകരും ഇവിടെയുണ്ട്. പരസ്പര വെല്ലുവിളികളാണ്. രാഹുലിനെ കയ്യേറ്റം ചെയ്യാൻ മറുചേരിയിൽ നിന്നൊരു വിഭാഗം ശ്രമിക്കുന്നു. എന്നാൽ വന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ രാഹുലിനോടൊപ്പം നിൽക്കുന്നവർ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വലിയ ഒരു സംഘർഷ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പോലീസിന്റെ വലിയ നിരയും ഇവിടെ ഉണ്ട്. പോലീസ് ഇടപെട്ട് അവരെയൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പലയിടങ്ങളും ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളും സംഘർഷഭരിതമായിരുന്നു, പ്രചരണത്തിൻ്റെ പല ഘട്ടങ്ങളും സംഘർഷഭരിതമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു വോട്ടിങ്ങിൻ്റെ ഈ മണിക്കൂർ വരെയും വളരെ സമാധാനപരമായി കാര്യങ്ങൾ പോയിരുന്നു. പ്രശ്നബാധിത ബൂത്തുകളിൽ ഉൾപ്പെടെ ഒരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ അവസാന മണിക്കൂറിലാണ് ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്കും അല്ലെങ്കിൽ ഈ വിധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് അശുഭകരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പ്രവണതയായിട്ട് ചൂണ്ടിക്കാണിക്കാനാകില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്ന് വോട്ട് ചോദിച്ചു വോട്ടർമാരോട് എന്നുള്ളതാണ് ആരോപണമായി ഉന്നയിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുകയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തു. പോലീസ് പറഞ്ഞിട്ടും അതിന് ഒരു സംഘർഷം ഒഴിവാക്കാതെ അവിടെ തന്നെ തുടരുന്നതല്ല മീൻ. അത് രാഹുൽ ചോദിക്കുന്ന ചോദ്യം മറ്റു 2 സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ പ്രശ്നമുണ്ടായിരുന്നില്ല, താൻ വന്നപ്പോൾ മാത്രം എന്ത് പ്രശ്നം എന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായും രാഹുൽ ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്ക് ഇവിടെ കയറുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുണ്ട്, അനുമതിയുണ്ട്, പാസുമുണ്ട്. സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റിനും അങ്ങനെ അതൊക്കെ അംഗീകരിക്കുന്നു. അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സമാധാനം ഉറപ്പാക്കേണ്ടത് ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രാഹുലിന്റെ കൂടി ഉത്തരവാദിത്തമല്ലേ? തള്ളിക്കളയാനാവില്ല, രാഹുലിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. പക്ഷേ ഏകപക്ഷീയമായ ഒരു വെല്ലുവിളിയും ഒരു പ്രതിഷേധവും ഉയരുമ്പോൾ അതിനെ എന്തിന് വകവെച്ച് കൊടുക്കണം? കാര്യമില്ലാത്ത കാര്യത്തിന് പ്രതിഷേധമുണ്ടാക്കുമ്പോൾ എന്തിന് വഴങ്ങിക്കൊടുക്കണമെന്നുള്ളതാണ് രാഹുൽ ചോദിക്കുന്നത്. ഒപ്പം രാഹുലിനോടൊപ്പമുള്ള UDF പ്രവർത്തകരെ രാഹുൽ തന്നെ ഇപ്പോൾ പിന്തിരിപ്പിക്കുന്നുണ്ട്. കാരണം ഉള്ളിൽ നിന്ന് രാഹുൽ ഇപ്പോൾ പോലീസിന്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട്, അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഈ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അതിന് പിന്നാലെ ഒരു ബറ്റാലിയൻ ആളുകൾ വരുന്നുണ്ട് എന്നുള്ളതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. രാഹുലിനെ കയ്യേറ്റം ചെയ്യണമെന്നും വെല്ലുവിളിച്ചും ഒരു ബറ്റാലിയൻ പിന്നാലെ വരികയും ചെയ്യുന്നുണ്ട്. രാഹുൽ തന്നെ നിന്ന് UDFന്റെ പ്രവർത്തകർ, അതായത് ഇതിനകത്തുണ്ടായിരുന്ന മറ്റ് പ്രവർത്തകരൊക്കെ രാഹുൽ കൂടി ഇടപെട്ട് തന്നെ പുറത്തേക്ക് ഇറക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴും പിന്നാലെ വന്ന് വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ചില ആളുകൾ പിന്നാലെ വന്ന് രാഹുലിനോട് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. പോലീസ് പിന്തിരിപ്പിച്ച് വിട്ടിട്ടും പിന്നാലെ വരികയാണ്. രാഹുൽ തന്നോടൊപ്പമുള്ള പ്രവർത്തകരെയൊക്കെ ഇറക്കി വിട്ടിട്ടും മറ്റൊരു വിഭാഗം പ്രവർത്തകർ അവിടെ നിന്ന് വെല്ലുവിളിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണുകയും ചെയ്യാം. രാഹുലെ, എന്താണ് സംഭവിക്കുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? പുറത്തിറങ്ങാം. ബൂത്തിനകത്തൊന്നും സംസാരിക്കാൻ പാടില്ല എന്നൊരു നിയമപ്രശ്നം കൂടി ഇപ്പോൾ പോലീസ് ഉയർത്തുന്നുണ്ട്. സുജാത കൊണ്ട് സാർ എന്താ പ്രശ്നം എന്താ സാർ? പ്രശ്നം പ്ലീസ് ഒന്നുമില്ല, വെറുതെ കണ്ടുകൂട്ടും ചെറിയ പണക്കം മാത്രമേ ഉള്ളൂ. അവരെ ക്ലിയർ ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്നത് രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്ന UDF പ്രവർത്തകരേക്ക് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റു ചേരിയിൽ BJPയിലെയും CPMലെയും മറ്റ് പ്രവർത്തകർ, സ്ഥാനാർത്ഥി അല്ലാതെ പോളിംഗ് ഏജന്റുമാർ അല്ലാത്ത പ്രവർത്തകർ ഉള്ളിലുണ്ട്. അവരെയും കൂടി അവിടെ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം ഇപ്പോൾ രാഹുൽ ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം രാഹുലിനോടൊപ്പം പുറത്തുനിന്ന് വന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പ്രവർത്തകരെ രാഹുൽ തന്നെ ഇടപെട്ട് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് പ്രവർത്തകരും പാർട്ടി നേതാക്കളും ഇടപെട്ട് അവരെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. രാഹുൽ പക്ഷേ ഇവിടെ തന്നെ തുടരുകയാണ്. പക്ഷേ മറുചേരിയിലും ഇതുപോലെ പുറത്തുനിന്ന് ആളുകളുണ്ടല്ലോ, അവരെ കൂടെ മാറ്റൂ എന്നൊരു ആവശ്യമാണ് രാഹുൽ ഇപ്പോൾ പോലീസിനോട് ഉന്നയിക്കുന്നത്. ഒരു പ്രതികരണമാറായി
പറയുമ്പോൾ പോലീസ് പറഞ്ഞത് ബൂത്തിനകത്ത് നിന്ന് പ്രതികരിക്കുന്നതിന് പരിമിതിയുണ്ട്. അതൊരു പരിമിതിയാണ്, ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് രാഹുൽ ഇപ്പോൾ പ്രതികരിക്കുന്നുമില്ല. മറ്റു ചേരിയിലുള്ള പ്രവർത്തകരെയും പോലീസ് ഇപ്പോൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. അതിന് വലിയൊരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ് വെണ്ണക്കരയിലെ ഈ ബൂത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുജയ്, രാവിലെ മുതൽ 3 സ്ഥാനാർത്ഥികളും പല ബൂത്തുകളിലും ഇതുപോലെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അവരെയൊക്കെ പിന്തുടരുന്നുണ്ടായിരുന്നു. 3 സ്ഥാനാർത്ഥികൾക്കൊപ്പവും നമ്മുടെ പ്രതിനിധികൾ, ഞാൻ രാഹുലിനോടൊപ്പവും സരിനോടൊപ്പവും പോളിംഗ് ശതമാനം കഴിഞ്ഞ 2020 അപേക്ഷിച്ച് കുറവാണ് അല്ലമീൻ. അതിന്റെ ഒരു ടെൻഷൻ 3 മുന്നണികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് അതുണ്ടാകും. ഇന്നിപ്പോൾ രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു എത്ര പോളിംഗ് പെർസെൻറ്റേജ് പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞത് മികച്ച പോളിംഗ് പെർസെൻറ്റേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് പൂർണ്ണമായും UDF അനുകൂലമായിരിക്കും, ഭൂരിപക്ഷം കുത്തനെ ഉയരുമെന്ന് പറഞ്ഞു. ഭൂരിപക്ഷം ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടിക്കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ മാർജിനിലായിരിക്കും വിജയിക്കുക. ഭൂരിപക്ഷം കുറയും, പക്ഷേ കംഫർട്ടബിൾ മാർജിനിൽ വിജയിക്കുമെന്ന് കൂടി രാഹുൽ പറയുക. രാഹുൽ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മറ്റ് ബൂത്തുകളിൽ ആളുകളെ കാണുന്നതിനായി പോവുകയാണ്. 4-5 ബൂത്തുകൾ ഈ ഭാഗത്ത് ഉണ്ട്. ഈ സ്കൂളിൽ ഗവൺമെൻറ് വെണ്ണക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഈ ബൂത്ത് നടന്ന 5 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. അതിലൊരു ബൂത്തിലേക്ക് പോയപ്പോൾ ഈ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടായത്. രാഹുൽ ഇപ്പോൾ ആ ബൂത്തിൽ നിന്ന് മാറി മറ്റ് പ്രവർത്തകരെ മറ്റ് ബൂത്തുകളിൽ നിൽക്കുന്ന വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുന്നു. ആ ബൂത്തിനകത്തേക്ക് രാഹുൽ കയറുകയും ചെയ്യുന്നു. നമ്മൾ രാവിലെ മുതൽ കണ്ട കാഴ്ച ഇത് തന്നെയാണ്. അത് രാഹുൽ മാത്രമല്ല, സരിനായിരുന്നാലും കൃഷ്ണകുമാർ ആയിരുന്നാലും പോളിംഗ് ബൂത്തിൽ പോയിട്ട് പ്രവർത്തകരെ അവിടെ നമ്മൾ രാവിലെ മുതൽ തന്നെ തത്സമയം 184 ബൂത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 48-ാം നമ്പർ ബൂത്തിൽ അവിടെ വന്ന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് നിശ്ചിത സമയം ആ പോളിംഗ് ബൂത്തിൽ ചെലവഴിക്കുന്നതിനുള്ള എല്ലാ അർഹതയുമുണ്ട്. പക്ഷേ അദ്ദേഹത്തോടൊപ്പം മറ്റ് പാർട്ടി പ്രവർത്തകർ കയറുകയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാനായി മറ്റുള്ളവർ നിൽക്കുകയാണ്. അത്രയും ശക്തിയേറിയ ഒരു പോരാട്ടം നടക്കുമ്പോൾ അത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് ഈ 48-ാം നമ്പർ ബൂത്തിൽ നടന്നത് എന്ന് കരുതാം, അല്ലേ? അവസാന മണിക്കൂറുകളിലേക്ക് അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇത് പ്രവർത്തകർക്കിടയിലാണ് വീണ്ടും അടിയുണ്ടായത്. പോലീസ് അവരെ പിടിച്ചു മാറ്റുകയാണ്. വെണ്ണക്കരയിലെ ബൂത്തിലാണ് സംഭവം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിലെത്തിയതിനു ശേഷമാണ് അവിടെ സംഘടിച്ച് മറുഭാഗത്തുള്ള പ്രവർത്തകരും കൂടി എത്തിയത്. സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ചു.